ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് തേൻ മിഠായിയുടെ റെസിപ്പിയുമായിട്ടാണ്. ഇഡ്ഡലി മാവ് ഉപയോഗിച്ച് എങ്ങനെ തേൻ മിഠായി ഉണ്ടാക്കാം നമുക്ക് നോക്കാം. അപ്പം ബാക്കി വന്ന ഇഡ്ഡലി മാവ് ഉണ്ടെങ്കിൽ നമുക്ക് തേൻ മിഠായി ഉണ്ടാക്കാം. അധികം പുളിപ്പൊന്നും ഇല്ലാത്ത ഇഡ്ഡലി മാവ് വേണം എടുക്കാനായിട്ട്. അപ്പോൾ ഞാനിവിടെ കുറച്ച് മാവെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് സോഡാപ്പൊടിയാണ്. അപ്പോൾ ഒരു 1/4 ടീസ്പൂൺ സോഡാപ്പൊടി ഇട്ട് നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ വേണ്ടത് അതിന് കളറാണ്. അപ്പോൾ ഒരു 2 തുള്ളി കളർ ഉപയോഗിക്കുക. എന്നിട്ട് നല്ലവണ്ണം യോജിപ്പിച്ചെടുക്കുക. കളർ വേണമെങ്കിൽ ഉപയോഗിച്ചാൽ മതി കേട്ടോ, ഓപ്ഷണലാണ്. ഇനി വേണ്ടത് ഷുഗർ സിറപ്പാണ്. അപ്പോൾ മാവ് മാറ്റി വെച്ചിട്ട് ഷുഗർ സിറപ്പ് ഉണ്ടാക്കാം. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് 1/2 കപ്പ് പഞ്ചസാരയാണ്. അതിലേക്ക് ആവശ്യമായ വെള്ളം ഉപയോഗിച്ച് നല്ലവണ്ണം തിളപ്പിച്ചെടുക്കാം. നിങ്ങൾക്കിനി മധുരം കൂടുതലാണെങ്കിൽ വേണമെങ്കിൽ പഞ്ചസാരയുടെ അളവ് കൂട്ടിയെടുത്താൽ മതി. അപ്പോൾ ഇത് നല്ലവണ്ണം തിളച്ച് വന്നിട്ടുണ്ട്. അപ്പം കൈമേൽ ഒട്ടുന്ന ഒരു പരുവമാകുമ്പോൾ തീ ഓഫാക്കി തണുക്കാനായിട്ട് വെക്കുക. ഇനി ചൂടായ എണ്ണയിലേക്ക് ഈ മാവ് ഒരു സ്പൂണിൽ കുറച്ചായിട്ട് ഒഴിച്ച് കൊടുക്കാം. ഇനി ഇത് തിരിച്ചു മറിച്ചിട്ട് വറുത്ത് കോരി മാറ്റാം. വറുത്ത് കോരിയത് പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നമ്മൾ തണുക്കാനായി വെച്ച ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് 1 മണിക്കൂറോളം ഇത് വെച്ച് അടച്ചു വെക്കാം. അപ്പോഴേക്കും ഷുഗർ സിറപ്പൊക്കെ ഇതിൽ നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാകും. അപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞ് നോക്കിയപ്പം ഷുഗർ സിറപ്പൊക്കെ ഇതിൽ നല്ലവണ്ണം പിടിച്ചിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. എന്നിട്ട് ഇതിന് മുകളിൽ കുറച്ച് പഞ്ചസാര തൂവിയെടുക്കാം. ഇത് കാണാനുള്ള ഭംഗിക്ക് വേണ്ടിയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ തേൻ മിഠായി റെഡിയായി.